ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഒരു ക്ലോസ് എന്താണെന്നും എത്ര തരത്തിലുള്ള ക്ലോസസ് ഉണ്ടെന്നും അവ എങ്ങനെയാണ് യോജിപ്പിച്ച് എഴുതേണ്ടതെന്നും ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് കൂടെയാണ് നോക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും ദയവായി അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ക്ലോസ് എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റും വെർബുമുള്ള ഒരു വാക്യങ്ങളുടെ കൂട്ടമാണ് ക്ലോസ്. അതായത് വളരെ എളുപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കാം. എല്ലാ ഇംഗ്ലീഷ് വാക്യങ്ങൾക്കും പിറവി ക്ലോസിൽ നിന്നായതുകൊണ്ട് തന്നെ നമുക്കിത് പഠിച്ചേ മതിയാവും. ക്ലോസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് ക്ലോസസ് നോക്കാം. അതായത് രണ്ട് തരത്തിലുള്ള ക്ലോസസ് ആണുള്ളത്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഇനി നമുക്കിത് വിശദീകരിച്ച് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മീൻസ് തനിച്ചു നിൽക്കുന്ന പൂർണ്ണവാക്യം, അതായത് കംപ്ലീറ്റ് സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ടയേർഡ്, ഷീ ഈസ് കുക്കിംഗ്. ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് വരുന്നുണ്ട്. ബട്ട് എ ഷോർട്ട് സെൻറ്റൻസ് ആണ്, ബട്ട് ഇറ്റ് എ കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. കണ്ടോ, അർത്ഥം പൂർണ്ണമായാൽ അത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഇനി ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്താണെന്ന് നോക്കാം. തനിച്ചെത്താൻ കഴിയാത്ത ക്ലോസ്, അതായത് അർത്ഥം പൂർണ്ണമാവാൻ മറ്റൊരു സെൻറ്റൻസ് കൂടെ വേണം. ഇതിന് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ബിക്കോസ് ഐ വാസ് ടയേർഡ്, വെൻ ഷീ കംസ്. ഇവ രണ്ടും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇനി നമുക്കിവ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ പകുതിയിൽ വെച്ച് നിർത്തിയാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കില്ലേ ഇനി എന്താണ്? കാരണം ഇവിടെ മീനിങ് പൂർണ്ണമായിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ജോയിനിങ് ക്ലോസ്. ജോയിനിങ് ക്ലോസ് മീൻസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് പ്ലസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ചേർത്താൽ കംപ്ലീറ്റ് സെൻറ്റൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് രണ്ട് സെൻറ്റൻസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് ടയേർഡ്, ഐ സ്ലെപ്റ്റ് എർലി. ഞാൻ ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ ഉറങ്ങി. രണ്ടാമത്തെ എക്സാമ്പിൾ, വെൻ ഷീ കംസ് വി വിൽ സ്റ്റാർട്ട് ദ മീറ്റിംഗ്. അവൾ വന്നാൽ ഞങ്ങൾ യോഗം ആരംഭിക്കും. ഇനിയൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ നന്നായി പഠിച്ചാൽ നീ പാസ്സാകും. ഇപ്പോൾ ഈ സെൻറ്റൻസസ് കംപ്ലീറ്റ് സെൻറ്റൻസ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഏഴാമത് ഡിഫറെൻറ്റ് സ്റ്റാർട്ടേഴ്സ്. അതായത് പല ഡിപ്പെൻഡൻറ്റ് ക്ലോസിനും ആരംഭിക്കാറുള്ള ചില സ്പെഷ്യൽ വേർഡ്സ് ഉണ്ട്. അവയെ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് എന്ന് പറയുന്നു. നമുക്ക് അതിൻ്റെ കോമൺ സ്റ്റാർട്ടേഴ്സ് ഏതാണെന്ന് നോക്കാം. ഇഫ് ഇറ്റ് മീൻസ് എങ്കിൽ, വെൻ എപ്പോഴൊക്കെ, ബിക്കോസ് കാരണം, ഓൾതോ എങ്കിലും, സിൻസ് തുടങ്ങി അല്ലെങ്കിൽ മുതൽ, അൺലെസ് അല്ലെങ്കിൽ. ഇതിൻ്റെ രണ്ട് എക്സാമ്പിൾ കൂടി ഒന്ന് നോക്കാം. ഇഫ് യു കം ഏർലി വി ക്യാൻ ടോക്ക്. നീ നേരത്തെ വന്നാൽ നമുക്ക് സംസാരിക്കാം. ഓൾതോ ഇറ്റ് റെയിൻഡ് വി പ്ലേഡ്. മഴ പെയ്തിട്ടും നമ്മൾ കളിച്ചു. ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് എക്സാമ്പിൾ നോക്കാം. ഇഫ് ഇറ്റ് ഗെറ്റ്സ് കോൾഡ് വിയർ എ ജാക്കറ്റ്. തണുപ്പായി എങ്കിൽ ജാക്കറ്റ് ധരിക്കൂ. വെൻ യു ഫീൽ കൺഫ്യൂസ്ഡ് ആസ്ക് മീ. നിനക്ക് കുഴപ്പം തോന്നുമ്പോൾ എന്നോട് ചോദിക്കൂ. ബിക്കോസ് ഐ വാസ് ഹംഗ്രി ഐ കുക്ക്ഡ് ന്യൂഡിൽസ്. എനിക്ക് വിശന്നതുകൊണ്ട് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി. താങ്ക് യു.